ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് ഇന്ന് എടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, ഒറക്കിൾ മെസ്സേജസ് മാത്രമായിട്ട്. ഓക്കെ, സിറ്റുവേഷൻസ് നോക്കുന്നില്ല എന്ന്. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങളത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, കുറച്ച് സിറ്റുവേഷൻ കൂടി നമുക്കതിൽ കിട്ടും, നോക്കാം, പറയാം ഞാൻ. ഓക്കെ, എൻ പറയുന്നുണ്ട്. വെരി നൈസ്. Not for you. TikTok. Okay. And all that letters. Building blocks. Okay. ഓക്കെ, ഇവിടെ മെയിൻ മെസ്സേജ് കാണുന്നത് എനിക്ക് ഒന്ന്, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെമിനൈൻ സൈഡ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, നമ്മുടെ ഇമോഷണൽ സൈഡ്, നമ്മുടെ ഫെമിനൈൻ സൈഡ് എന്നുള്ള ഒരർത്ഥമാണ്. സോ അതിൽ മേ ബി നിങ്ങൾ ഓവർ ഇമോഷണലൊക്കെ ആയിരിക്കാം. സോ മേ ബി അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഫെമിനൈൻ സൈഡ് കുറച്ചുകൂടി ലൈക്ക് മേ ബി നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവറൊക്കെ കൂട്ടാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫെമിനൈൻ ക്യാരക്ടർ കുറച്ചുകൂടി ലൈക്ക് കുറച്ചുകൂടി ഇമോഷണൽ ആവാൻ പറയില്ല എപ്പോഴും. ഓക്കെ, സോ മേ ബി നിങ്ങൾ ഓൾറെഡി ഇമോഷണൽ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ പഠിക്കണം എന്ന രീതിക്കായിരിക്കും. നിങ്ങൾ ഓവർ ഇമോഷണൽ ആവുന്നുണ്ട് എന്നൊരു എനർജി ആയിരിക്കാം. സോ കുറച്ചൊന്ന് കെയർഫുൾ ആവാം. ഓക്കെ, ഐ തിങ്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഓവർ ഇമോഷണലായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും. സോ അതിവിടെ ഒരു ചില സമയത്ത് അത് ഒരു തെറ്റായി പോവും. ബിക്കോസ് നമ്മൾ ഇമോഷണലായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയാവണം എന്നില്ല. ഓക്കെ, കുറച്ചുകൂടി ആക്ച്വലി ഇമോഷണൽ ആവണ്ടെന്നില്ല, ബട്ട് പ്രാക്ടിക്കൽ സൈഡ് കൂടി വേണം എന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരുപാട് ഇമോഷണൽ ആണെങ്കിൽ അവിടെ കുറച്ചുകൂടി നിങ്ങൾ പ്രാക്ടിക്കൽ ആവാൻ ശ്രമിക്കുക എന്ന രീതിക്ക് ഒരു ഇതാണ്. നോട്ട് ഫോർ യു എന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓക്കെ, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതെന്തോ നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്നിട്ട് ഞാൻ ആ ഒരു കാര്യം ട്രൈ ചെയ്താലോ എന്ന രീതിയിൽ. ബട്ട് അതിവിടെ നോട്ട് ഫോർ യു എന്നാണ് പറയുന്നത്, നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, അത് മീൻസ് ആ ഒരു കാര്യം നിങ്ങൾ അതിലേക്ക് പോകണ്ട എന്നൊരു എനർജിയാണ് വരുന്നത്. ഒരു വാർണിംഗ് വരുന്ന പോലെയുണ്ട് യൂണിവേഴ്സിൻ്റെ. അത് നിങ്ങൾക്കുള്ളതല്ല. മേ ബി അതിനേക്കാൾ ബെറ്റർ വേറെ എന്തെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നല്ലത് എന്ന് നിങ്ങൾ കരുക്കാൻ ഇവിടെ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് എന്നുള്ളതുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, മിന്നുന്ന എല്ലാം പൊന്നല്ല. ഓക്കെ, അതാണ് ഇവിടെ വാർണിംഗ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തെങ്കിലും നല്ല കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന്, പക്ഷെ അവിടെ എവിടെയോ അത് നിങ്ങൾക്ക് എന്തോ ഹിഡൻ, അതിലൊരു ശരിക്കും ഉള്ള കാര്യമല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ പുറമേ കാണുന്നതല്ല ശരിക്കും അതിൻ്റെ റിയാലിറ്റി എന്നാണ്. സോ ഒന്ന് സൂക്ഷിക്കാനുള്ള ഒരു വാർണിംഗ് ആണ് ഇവിടെ. അതും അഗൈൻ ഇവിടെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കുള്ളതല്ല ഇപ്പോൾ ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് അത് കുറച്ച് അതിൽ പുറകിൽ എന്തോ ശരിയല്ലാത്തതുണ്ട് എന്നാണ് പറയുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട എന്നൊരു കാര്യം യൂണിവേഴ്സ് വാൺ ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ അതിൽ പെട്ടു പോകാനുള്ള സാധ്യതയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും യെസ് നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ നല്ലൊരു ഇതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, ബട്ട് എവിടെയോ അല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾ ബേസ് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കാം. ആൻഡ് നമ്മൾ പറയുമ്പോൾ മേ ബി ഇവിടെ എനിക്കൊരു കാര്യം ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഫൈനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് ഫൈനാൻസിൻ്റെ കാര്യം തോന്നുന്നുണ്ട്. നമ്മൾ പറയില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ക്വിക്ക് റിച്ച് എന്ന് പറയും, അതായത് പെട്ടെന്ന് നമുക്ക് പണം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലുതൊക്കെ കാണില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് ആ പറയുന്ന ഒരു അവർ പറയുമ്പോൾ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടും, 10 ഇട്ടാ 100 കിട്ടും എന്ന് പറഞ്ഞ അവസ്ഥയിൽ. ഓക്കെ, അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും, ബട്ട് അതിലെവിടെയോ ഒരു അത്ര ക്ലിയർ അല്ല. സോ ബി കെയർഫുൾ എന്നൊരു വാർണിംഗ് ആണ്. വേറെയും ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളിൽ എവിടെയോ എന്തോ ഒരു പതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഫസ്റ്റ്. ഓക്കെ, നന്നായിട്ട് ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിച്ച് കുറച്ച് കാര്യങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കൂ എന്നാണ്. ആൻഡ് ടിക്ടോക്ക് കാണുന്നുണ്ട്, ഡിവൈൻ ടൈമിൻ്റെ ഒരു കാര്യമാണ്. ഓക്കെ, സോ ഡിവൈൻ ടൈം നിങ്ങൾക്കിപ്പോൾ ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഡിവൈൻ്റെ സമയത്ത് ഓക്കെ നിങ്ങൾക്ക് എത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തും. ഓക്കെ, അത് ഡിവൈനായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഓക്കെ, ഡോണ്ട് വറി, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല, പേടിക്കുക വേണ്ട. എൻ്റെ ഇവിടെ ബിൽഡിംഗ് ബ്ലോക്സ് കാണുന്നുണ്ട്. ഓക്കെ, ചില സമയത്ത് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് തന്നെ വേണം. ഓക്കെ, നമ്മൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എത്ര ചെയ്തിട്ടും എത്ര നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ കുറച്ച് ഓക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വഴികൾ ട്രൈ ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കുക. അതിനായിരിക്കും ഈ വാർണിംഗ് വരുന്നത്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മെല്ലെ ബിൽഡ് ചെയ്യും.
ഓക്കെ, മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരും. ഓക്കെ, കുറച്ച് വൈകിട്ടായാലും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഡിവൈൻ ടൈം എല്ലാം ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, പക്ഷേ അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് കാണുന്നത്. കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടി വരും, ശരിയാണ്, ബുദ്ധിമുട്ടാണ്, സ്ലോ ആയിരിക്കും കാര്യങ്ങൾ ഗ്രോത്ത്. പക്ഷെ അതെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്നും തെറ്റായ കാര്യങ്ങളിലേക്കൊന്നും പോയി ചാടാതിരിക്കുക. ഓക്കെ, ആരെങ്കിലുമൊക്കെ പറയും ഓക്കെ എൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യൂ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈവൻ ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ശരിയല്ല എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയും. ആക്ച്വലി ഓക്കെ, ഫെമിനൈൻ സൈഡ് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് യെസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. ഓക്കെ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. അത് കേൾക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഐ തിങ്ക് പ്രത്യേകിച്ചും നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് എന്ന രീതിക്കാണ് പറയുക. സോ നിങ്ങൾ യൂണിവേഴ്സായിട്ട് വാൺ ചെയ്യുന്നുണ്ട് ദറ്റ് എന്തോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തോ അവിടെ ശരിയില്ല, ബി കെയർഫുൾ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് കേൾക്കാം. ആൻഡ് നിങ്ങളോട് പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും എന്നാണ്. ഓക്കെ, നമ്മൾ എല്ലാവർക്കും ധൃതിയാണ് അല്ലേ, നമ്മളെല്ലാവർക്കും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അത് തെറ്റൊന്നുമില്ല. ബട്ട് എന്നാലും യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. സോ ബി കെയർഫുൾ. സ്ലോലി നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങൾ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കിട്ടും. ഓക്കെ, ഓക്കെ, യെസ്, ഇൻറ്റ്യൂഷൻ, ഇൻസൈറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ശരിയായി. ഓക്കെ, സറണ്ടർ. ഓക്കെ, ബ്ലെസ്സിങ്സ്, പ്രയോറിറ്റീസ്. ഓക്കെ, ഞാൻ വേറെ കൂടി പറയാം. കപ്പാസിറ്റി ടു ലവ്. ഓക്കെ, നോ പ്രോബ്ലം. അക്സെപ്റ്റൻസ്, ക്ലിയർ യുവർ എനർജി. ഓക്കെ, സോ ഇവിടെ ഓക്കെ, ഇവിടെ തന്നെ തുടങ്ങാം. ഇൻറ്റ്യൂഷൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങളോട് ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാനാണ് പറയുന്നത്, ഇൻറ്റ്യൂഷൻ കേൾക്കാനാണ് പറയുന്നത്. ഇൻസൈറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാം അറിയാം, നിങ്ങളുടെ ഉള്ളിൽ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ലിസൺ ടു ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വളരെയധികം ട്രസ്റ്റ് ചെയ്യൂ. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പലതവണ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ. ഓക്കെ, അതിനെ ട്രസ്റ്റ് ചെയ്യാം. എൻ്റെ ഇവിടെ സറണ്ടർ എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള അല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യൂ. ഓക്കെ, എല്ലാം ബാക്കിയൊക്കെ നിങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലെത്തും. ഓക്കെ, യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കൂ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വിശ്വസ്, നിങ്ങളുടെ പേടികൾ എല്ലാം യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യൂ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ദൈവങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ആരെ വിശ്വസിച്ച് വിളിക്കുന്നോ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ഉണ്ട്, ഒരുപാട് അനുഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആണ്. ആക്ച്വലി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ തന്നെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു ബ്ലെസ്സിങ് ആണത്. ഓക്കെ, ആൻഡ് കുഴി പോയി ചാടാതിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണല്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ല എന്നല്ല, പക്ഷെ ഉള്ളതും കൂടി പോയാലോ, ആലോചിച്ച് നോക്കൂ. സോ ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ചിലത് നമ്മൾ പറയില്ലേ, ഇങ്ങനത്തെ വേണ്ടാത്ത വഴിയിലൊന്നും പോവാതെ നമ്മൾ കറക്റ്റായിട്ട് കഷ്ടപ്പെട്ട് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ബ്ലെസ്സിങ്ങിലേക്ക് എത്തും. ഞാൻ പ്രയോറിറ്റീസ് പറയാൻ വന്നത് ആക്ച്വലി ടൈമുമായിട്ട് എനിക്ക് കറക്റ്റായി തോന്നി. നിങ്ങളുടെ ടൈം നിങ്ങൾ എന്തിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ആർക്കാണ് സമയം കൊടുക്കുന്നത്, എന്തിനാണ് നിങ്ങൾ സമയം കൊടുക്കുന്നത്, അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കാം. ഓക്കെ, എന്തിനാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നിങ്ങൾ എന്ത് കാര്യങ്ങളിലേക്കാണ് ആദ്യത്തെ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താണ്, അതിനെ ആദ്യം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, മറ്റു കാര്യങ്ങളെ കുറേയൊക്കെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. സോ സമയത്തിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു കറക്റ്റ് പ്ലാനിങ്ങിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ബിൽഡിംഗ് ബ്ലോക്സ് അത് തന്നെ പറയും. നിങ്ങൾ പ്ലാനിങ്ങോടെ സ്ട്രാറ്റജി ചെയ്ത് നല്ലോണം ശരിക്കും വർക്കൗട്ട് ചെയ്യുക. ഒരു ബുക്ക് എടുത്ത് പേപ്പർ എടുത്തൊക്കെ എഴുതി നോക്കുക. ചാർട്ട് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു ദിവസത്തിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എനിക്ക് ആദ്യം ഇന്ന കാര്യമുണ്ട്, പിന്നെ ഇന്ന കാര്യമാണ് പ്രയോറിറ്റി, പിന്നെ ഈ കാര്യത്തിന് ഡിവൈഡ് ചെയ്യൂ. ഓക്കെ, ഒരു സ്കെഡ്യൂൾ പോലെയൊക്കെ ഇടൂ. അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ മുന്നോട്ട് വളരെയധികം നിങ്ങളെ ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും അതൊക്കെ. ആൻഡ് പ്രയോറിറ്റീസ് യെസ്. സോ നിങ്ങൾ തീരുമാനിക്കുക എന്തിനാണ് നിങ്ങളുടെ സമയം കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കുക, മനസ്സിലാക്കുക. ആൻഡ് അതിന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്ക് സമയം കൊടുക്കുക. വേണ്ടാത്ത കുറേ കാര്യങ്ങളിൽ നിങ്ങളുടെ സമയം പോകുന്നുണ്ട് എന്നും തോന്നുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കാൻ നടക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറകെ പോകുന്നു. നിങ്ങൾ ആക്ച്വൽ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയത്തിൽ നിന്നാണ് അത് കട്ട് ഓഫ് ആവുന്നത് അല്ലേ. സോ അതും മനസ്സിലാക്കാം. ഇവിടെ കപ്പാസിറ്റി ടു ലവ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും സ്നേഹം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കാണുന്നുണ്ട്. ബട്ട് എനിക്ക് അഗൈൻ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം, കൂടുതലായി പോകരുത്. ഓക്കെ, ഓവർ ഗിവിങ് ആവരുത്. ഓക്കെ, നിങ്ങൾ ഓവർ ഇമോഷണലായി പോകരുത് എന്നൊരു കാര്യം എനിക്ക് തോന്നി. ബട്ട് യെസ്, നിങ്ങൾക്ക് ആ കപ്പാസിറ്റി ഉണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ കൂടെ നിർത്താനൊക്കെ ഉള്ള കഴിവുണ്ട്. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് പറയുമ്പോഴും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. എല്ലാവരും ചേർന്ന് പരസ്പരം സഹകരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ആവാം. സോ അവിടെയും ഈ കപ്പാസിറ്റി ടു ലവ് ഇമ്പോർട്ടൻ്റ് ആണ്.
എല്ലാവരെയും ഒത്തുചേർന്ന് നമ്മൾ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഒരു കപ്പാസിറ്റിയാണ്. ഓക്കെ, ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. സോ യെസ്, നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കിട്ടാൻ തയ്യാറാവുക എന്ന രീതിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്ന രീതിക്കുമായിരിക്കും. അതും സറണ്ടറിങ്ങിൽ പെടുന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഓക്കെ, നമ്മൾ ഒരുപാട് കൈയും കാലിട്ട് അടിച്ച് നമ്മൾ വെറുതെ സ്ട്രഗിൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന രീതിക്കൊക്കെ മനസ്സിലാക്കി മെല്ലെ മെല്ലെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എളുപ്പ വഴികളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഗൈൻ, ഇത് ജോലി, കരിയർ, ഫൈനാൻസ് മാത്രമല്ല, നിങ്ങൾ ലൈഫിലെ ഓരോ സിറ്റുവേഷനും നിങ്ങളെടുത്ത് ആലോചിച്ചോളൂ. എവിടെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ഔട്ട് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ഗൈഡൻസ് ഒപ്പം നിങ്ങളുടെ കൂടെ ഉണ്ട്. സറണ്ടർ ചെയ്യുക ആൻഡ് പ്രാർത്ഥിക്കുക. ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും വരും. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കും എല്ലാവർക്കും. നന്ദി, നമസ്കാരം.